വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങളിൽ വൻ പരിഷ്കരണത്തിനൊരുങ്ങി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. സേവന ഫീസുകൾ കുത്തനെ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയ കരട് ഭേദഗതി വിദേശികൾക്ക് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നതെന്ന് സൂചന. ഭേദഗതി പ്രകാരം പുതുതായി ലൈസൻസ് എടുക്കുന്നതിന് 500 ദിനാറായും പുതുക്കുന്നതിന് 50 ദിനാറായും ഫീസ് വർദ്ധിക്കും. നിലവിൽ പുതിയ ലൈസൻസിന് 10 ദിനാറും പുതുക്കുന്നതിന് ഓരോ വർഷത്തേക്ക് 1 ദിനാർ വീതവുമാണ് വിദേശികളിൽ നിന്ന് ഈടാക്കുന്നത്. നിയമ ഭേദഗതി നടപ്പായാൽ ലൈസൻസ് നിരക്കുകളിൽ 50 ഇരട്ടി വർധനയുണ്ടാകുമെന്നർത്ഥം. വാഹന പെർമിറ്റ് എടുക്കുന്നതിന്റെ ഫീസ് 300 ദിനാറായും പെർമിറ്റ് റിന്യൂവൽ ഫീസ് 100 ദിനാറായും ഉയർത്താനും ആലോചനയുണ്ട്. ഒരാളുടെ ഉടമസ്ഥതയിലുള്ള 10 അതിൽ കുറവോ വർഷം പഴക്കമുള്ള ആദ്യത്തെയും രണ്ടാമത്തെയും വാഹനങ്ങൾക്കാണ് ഇത് ബാധകമാകുക. നിലവിൽ പെർമിറ്റിന് 10 ദിനാറും ഓരോ വർഷവും പുതുക്കുന്നതിന് 5 ദിനാറുമാണ് ഈടാക്കുന്നത്. ഗാർഹിക വിസക്കാർക്ക് ഭേദഗതി ബാധകമാകില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിവേഗ പാതയിലൂടെ വാഹനമോടിക്കുന്നതിന് നികുതി ഏർപ്പെടുത്തുക, പുതുതായി ടാക്സി ലൈസൻസ് അനുവദിക്കാതിരിക്കുക, റോഡുകളിലെ സ്ഥിതിഗതികൾ അപ്പപ്പോൾ ആളുകൾക്ക് ലഭ്യമാകുന്നതിന് പ്രത്യേക ട്രാഫിക് ചാനൽ ആരംഭിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. മീഡിയ 1, കുവൈറ്റ് സിറ്റി.